അസ്സലാമു ഹായ് പ്രിയ മക്കളെ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫിഖിലെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു റിവിഷൻ മോഡലൊരു വീഡിയോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്നേ പറയുക. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ പോകുന്നില്ല, സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫിഖിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൂടെ തുറന്ന് വെക്കണം. നമുക്ക് ഓരോ പാഠഭാഗങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനെ കൂടെ തന്നെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, നിങ്ങൾ പഠിക്കാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോ പോസ് അടിച്ചിട്ട് അത് പഠിക്കുക, എന്നതിന് ശേഷം ബാക്കി കണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ പാഠം അസ്വലാത്തോ, നിസ്കാരം അല്ലേ. ഈ പാഠത്തിൽ ആദ്യം വരുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ ഏതെല്ലാം. നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുണ്ട്. മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടാവുക, ഹൈള് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയുന്ന കാര്യമാണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. ഓക്കെ, 1 15 വയസ്സ് പൂർത്തിയാവുക, 2 മനീ പുറപ്പെടുക, 3 ഹൈളുണ്ടാവുക. ഞാൻ ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് ഓരോ പാഠഭാഗത്തിൽ നിന്നും ചോദ്യം വരുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം. രണ്ടാമത്തെ പാഠം അഷുറൂത്തു സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ആദ്യം നമ്മൾ പറഞ്ഞത് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകളായിരുന്നു. ഈ പാഠത്തിൽ പറയുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ്. നിസ്കാരത്തിന് 5 ഷർത്തുകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. അതാണ് ഒന്നാമത്തെ ഷർത്ത്. ഓക്കെ, അങ്ങനെ ശുദ്ധിയാവണമെങ്കിൽ നമുക്കറിയാം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളവ് ചെയ്യണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. ഉളുവിനും കുളിക്കും 5 ഷർത്തുകളുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തെ ഷർത്താണ് വെള്ളം തൊഹൂറായിരിക്കുക. 2, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3, വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4, വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5, നിത്യാശുദ്ധിയുള്ളവർക്ക് സമയം ആകലും ആയെന്നറിയുകയും ചെയ്യും. അപ്പോൾ ഇതേ 5 ഷർത്തുകൾ തന്നെയാണ് കുളിക്കും ഉള്ള ഷർത്തുകൾ. ഓക്കെ, ഇനി അടുത്ത പാഠം നോക്കാം. ഫുറൂലുൽ വുളൂഇ. ഇനി അടുത്ത പാഠം നോക്കാം. ഫുറൂലുൽ വുളൂഇ, വുളൂഇൻ്റെ ഫറലുകൾ. വുളൂഇന് 6 ഫറലുകളുണ്ട്. വുളൂഇന് എത്ര ഫറലുകളുണ്ട് ഏതെല്ലാം? 6 ഫറലുകളുണ്ട്. 1, നിയ്യത്ത്. 2, മുഖം കഴുകൽ. 3, കൈ 2 മുട്ടുൾപ്പെടെ കഴുകൽ. 4, തല അല്പം തടവൽ. 5, കാൽ 2 ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. 6, തർത്തീബ്. ഇതൊക്കെയാണ് വുളൂഇൻ്റെ ഷർത്തുകൾ, വുളൂഇൻ്റെ ഫറലുകൾ. ഇനി അടുത്തതാണ് വുളൂഇൻ്റെ സുന്നത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഇതിനെല്ലാം വുളൂ സുന്നത്താണ്. അപ്പോൾ വുളൂ സുന്നത്തായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയണം. ഓക്കെ, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട് 2 എണ്ണം വീതം എഴുതുക എന്ന് പറഞ്ഞിട്ട് വുളൂ സുന്നത്തായ കാര്യങ്ങൾ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. ഇനി 4ാമത്തെ പാഠം അലൂസ്ലു, കുളിക്കൽ. ഓക്കെ, കുളി നമ്മൾ നേരത്തെ പറഞ്ഞു, കുളിയുടെ ഷർത്തുകൾ 5 എണ്ണം എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കുളിയുടെ ഫറലുകളാണ്. അതിനു മുമ്പേ കുളി നിർബന്ധമാവാൻ വലിയ അശുദ്ധി ഉണ്ടാകാൻ 5 കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1, മനീ പുറപ്പെടുക. 2, ഫർജിൽ ഹഷ്ഫ കടക്കുക. 3, ഹൈള് രക്തം മുറിയുക. 4, നിഫാസ് രക്തം മുറിയുക. 5, പ്രസവിക്കുക. അപ്പോൾ കുളി ഉണ്ടാകാൻ, വലിയ അശുദ്ധി ഉണ്ടാകാനുള്ള 5 കാരണങ്ങളാണ് ഈ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഹൈള് എന്താണ്, നിഫാസ് എന്താണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഒന്ന് നോക്കണം. ഇനി കുളിയുടെ ഫറലുകൾ ഏതെല്ലാം, അതാണ് ഇനി പറയാനുള്ളത്.
കുളിയുടെ ഫർളുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് നിയ്യത്ത്, രണ്ട് ശരീരം മുഴുവൻ വെള്ളം ചേർക്കൽ. ഇത് രണ്ടുമാണ് കുളിയുടെ ഫർളുകൾ. ഇനി അടുത്തത് കുളിയുടെ സുന്നത്തുകൾ. കുളിയുടെ ആദ്യം ബിസ്മി ചൊല്ലുക, ശരീരത്തിൽ മ്ലേച്ഛ വസ്തുക്കൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, ഉളു ചെയ്യുക, ഖിബ്ലക്ക് മുന്നിടുക, കുളി കഴിഞ്ഞ ഉടനെ ഉളുവിന് ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരിക. ഇതെല്ലാം സുന്നത്തുകളാണ്. ഓക്കെ, ഇനി കുളി സുന്നത്താണ് എന്തിനൊക്കെയാണ് കുളി സുന്നത്തായിട്ടുള്ളത്? ജുമുഅ, പെരുന്നാൾ മുതലായ നിസ്കാരങ്ങൾക്ക്, അതുപോലെ റമദാനിലെ എല്ലാ രാത്രികളിലും കുളി സുന്നത്താണ്. അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകളോ ദുർഗന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും കുളി സുന്നത്താണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം രണ്ടെണ്ണം വീതം എഴുതുക എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ളതാണ്. ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അടുത്ത പാഠം നോക്കാം. 5-ാം പാഠം തത്ഹീറുൻ നജാസത്തി. നജസ്സുകളെ ശുദ്ധിയാക്കണം. ഓക്കെ, നജസ്സുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഷർത്താണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഏതൊക്കെയാണ് വ്യത്യസ്ത തരം നജസ്സുകൾ ഏതൊക്കെ? നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ, മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ജലം, അതുപോലെ മനുഷ്യൻ, മത്സ്യം, ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ, മദിയ്, വദിയ്, ഇതൊക്കെ എന്താണ്? നജസ്സുകളാണ്. ഓക്കെ, ഇനി ഓരോന്നിൽ നിന്നും ശുദ്ധിയാവാൻ എങ്ങനെ വൃത്തിയാക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നായ, പന്നി ഇവയിൽ നിന്ന് ജന്മം പ്രാപിച്ചവ എന്നിവ കൊണ്ട് നജസായ ശുദ്ധിയാക്കാൻ നമ്മൾ 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഇതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി മറ്റ് നജസ്സുകൾ കൊണ്ട് ശരീരം അല്ലെങ്കിൽ മലിനമായാൽ എന്ത് ചെയ്യണം? നജസിന്റെ നിറം, മണം, രുചി ഇവയെല്ലാം നീങ്ങും വരെ കഴുകണം. ഓക്കെ, ഇനി എത്ര പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറം, മണം ഇവയിലൊന്നും നീങ്ങിയില്ല എങ്കിൽ വിരോധമില്ല. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഊറക്കിട്ടൽ കൊണ്ട് ശുദ്ധിയാവുന്നത്? എന്തൊക്കെയാണ്? നായ, പന്നി, അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിന്റെ തോല്. ഓക്കെ, നായ, പന്നി, അതിൽ നിന്ന് ജന്മം കൊണ്ടവ എന്നുള്ളത് എങ്ങനെയായാലും നജസാണ്. പക്ഷെ അതല്ലാത്ത മൃഗങ്ങളുടെ അല്ലെങ്കിൽ ശവത്തിന്റെ തോല് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. അതുപോലെ തന്നെ സുർക്ക, ലഹരി ദ്രാവകങ്ങൾ എങ്ങനെ ശുദ്ധിയാകും? ലഹരി ദ്രാവകങ്ങൾ സ്വയം ശുർക്കയാവൽ കൊണ്ടും ശുദ്ധിയാകും. ഓക്കെ, ഇനി അടുത്ത പാഠം 6-ാമത്തെ പാഠം ആദാബുൽ ഖലാഇ, വിസർജന വേളയിലെ മര്യാദകൾ. ഓക്കെ, വിസർജന സ്ഥലത്തെ മര്യാദകൾ എന്തൊക്കെയാണ്? തല മറക്കുക, ചെരുപ്പ് ധരിക്കുക, ഖുർആനോ മറ്റോ ബഹുമാനിക്കപ്പെടുന്നവയോ ശരീരത്തിലുണ്ടെങ്കിൽ മാറ്റിവെക്കുക, പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലി ഇടത് കാല് വെച്ച് കടക്കുക. ഇതൊക്കെയാണ് നമ്മൾ വിസർജന സ്ഥലത്ത് കടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യേണ്ട സുന്നത്തുകൾ. ഓക്കെ, ഇനി വിസർജന വേളയിൽ നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ്? വിസർജനാവസരം സംസാരിക്കാതിരിക്കുക, ഇടത് ഭാഗത്തേക്ക് ചാരിയിരിക്കുക, മറ ഉണ്ടായിരിക്കുക, ഇതൊക്കെ സുന്നത്താണ്. മൂത്രത്തിൽ തുപ്പാതിരിക്കുക, എഴുന്നേൽക്കുന്നതിനനുസരിച്ച് വസ്ത്രം താഴ്ത്തുക, പുറപ്പെടുമ്പോൾ വലത് കാല് മുന്തിക്കുക, ഇതെല്ലാം സുന്നത്തുകളാണ്. ഓക്കെ, ഇനി അടുത്തത് വിസർജനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വിസർജനം കഴിഞ്ഞ ശേഷം നമ്മൾ പാലിക്കേണ്ട സുന്നത്തുകൾ എന്താണ്? ഉഫ്രാനക അൽഹംദുലില്ലാഹി ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്ന് ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട സുന്നത്തുകൾ, 2 വിസർജനാവസരത്തിൽ പാലിക്കേണ്ട സുന്നത്തുകൾ, ഏറ്റവും അവസാനമായിട്ട് വിസർജനം കഴിഞ്ഞതിന് ശേഷം പാലിക്കേണ്ട സുന്നത്തുകൾ. ഓക്കെ ആണല്ലോ. പിന്നെ വിസർജനം ഹറാമാണ് എങ്ങനെ, കറാഹത്താണ് എങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. മറ കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ്, മറ ഉണ്ടെങ്കിൽ കറാഹത്താണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്തതാണ് വിസർജനം ഹറാമാണ് എവിടെയെല്ലാം. വിസർജനം ഹറാമായ സ്ഥലങ്ങൾ: പള്ളി, എല്ല്, മുസ്ലിമിന്റെ ഖബറ്, ഭക്ഷ്യവസ്തുക്കൾ, ബഹുമാനിക്കപ്പെടുന്നവയുടെ മേലെ, ഇവിടെ എല്ലാം വിസർജനം ഹറാമാണ്.
ഓക്കെ, ഇനി അടുത്തത് വിസർജനം കറാഹത്താണ് എവിടെയെല്ലാം. എവിടെയൊക്കെയാണ്? കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊഴുകുന്ന വെള്ളം, പിന്നെ സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ബസ് സ്റ്റാൻഡ്, ഓഫീസുകളുടെ പരിസരം, അങ്ങനെ ജനങ്ങൾ ഇടപഴകുന്ന പൊതുവായ സ്ഥലങ്ങളിലെല്ലാം വിസർജനം കറാഹത്താണ്. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ, വിസർജന വേളയിലുള്ള മര്യാദകൾ, വിസർജനം കഴിഞ്ഞതിന് ശേഷം പാലിക്കേണ്ടത്, അതുപോലെ വിസർജനം ഹറാമാണ് എവിടെയെല്ലാം, വിസർജനം കറാഹത്താണ് എവിടെയെല്ലാം. ഓക്കെ, ഇനി അടുത്ത പാഠം നോക്കാം. 7ാമത്തെ പാഠം അൽ ഇസ്തിൻജാ. ഇസ്തിൻജ എന്ന് പറഞ്ഞാൽ ശൗച്യം ചെയ്യൽ, മനോഹരം ചെയ്യൽ എന്നൊക്കെയാണ്. ഓക്കെ, എന്താണ് ഇസ്തിൻജാ? അതൊരു പ്രധാന ചോദ്യമാണ്. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി നനവുള്ള നജസായ ഏത് വസ്തു പുറപ്പെട്ടാലും ഇസ്തിൻജാ ചെയ്യൽ നിർബന്ധമാണ്, കഴുകി വൃത്തിയാക്കൽ നിർബന്ധമാണ്. നനവില്ല എങ്കിൽ ഇസ്തിൻജാ സുന്നത്തുമാണ്. ഓക്കെ, ഇനി ഇസ്തിൻജാ ഹറാമാണ് എന്തുകൊണ്ടൊക്കെ? ഓക്കെ, ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, എല്ല് മുതലായവ കൊണ്ട് ഇസ്തിൻജാ ഹറാമാണ്. ഓക്കെ, ഇനി ടിഷ്യൂ പേപ്പർ, കല്ല് പോലെയുള്ളവ കൊണ്ട് ശുദ്ധിയാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തൊക്കെയാണ്? മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നതിന് ശേഷം ശുദ്ധി ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ശുദ്ധി ആയിട്ടില്ല എങ്കിൽ ശുദ്ധിയാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? തടവണം, തടവി വൃത്തിയാക്കണം. ഓക്കെ, ഇനി ഇസ്തിൻജായിന് ശേഷം ചൊല്ലേണ്ടത് എന്താണ്? അല്ലെങ്കിൽ ഇസ്തിൻജായിന് ശേഷം സുന്നത്താണ് എന്ത്? അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഓക്കെ, ഇനി 8ാമത്തെ പാഠം അത്തയമ്മും. എന്താണ് തയമ്മും? തയമ്മും എന്നാൽ എന്ത്? വ്യക്തമാക്കാം എന്നുള്ള ചോദ്യത്തിന് താഴെ കാണാവുന്നതാണ് തയമ്മും. വെള്ളം ലഭിക്കാതിരിക്കുമ്പോഴും രോഗം കാരണം അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുമ്പോഴും വെള്ളത്തിന് പകരമായിട്ട്, വുളുവിന് പകരമായിട്ട് നമ്മൾ തയമ്മും ചെയ്യണം. ഓക്കെ, കുളിക്ക് പകരവും തയമ്മും ചെയ്യാം. ഓക്കെ, തയമ്മുമിൻ്റെ രൂപം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് പരീക്ഷയ്ക്കൊന്നും പൊതുവെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി തയമ്മും ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, സമയമായ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. ഒരു തയമ്മും കൊണ്ട് ഒന്നിലധികം ഫർള് നിസ്കരിക്കാവതല്ല. മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളിലും എത്രയുമാകാം. വുളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടെല്ലാം തയമ്മും ബാത്തിലാകും. ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതെല്ലാം പൂരിപ്പിക്കുക എന്നുള്ള ഭാഗത്തൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി 9ാമത്തെ പാഠം സത്രുൽ ഔറത്ത്, ഔറത്ത് മറക്കൽ. ഓക്കെ, നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പറഞ്ഞതാണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. പുരുഷന്റെ ഔറത്തെന്ത്, സ്ത്രീയുടെ ഔറത്തെന്ത്, നിസ്കാരവേളയിൽ സ്ത്രീയുടെ ഔറത്തെന്ത്, അന്യപുരുഷന്മാരുടെ ഉള്ള അവസരത്തിൽ സ്ത്രീയുടെ ഔറത്തെന്ത്, ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി പുരുഷന്മാർക്ക് ധരിക്കൽ ഹറാമാണ് എന്തെല്ലാം? പട്ട് ധരിക്കൽ ഹറാമാണ്, അതുപോലെ സ്വർണം ധരിക്കൽ ഹറാമാണ് എന്നുള്ള കാര്യങ്ങളും ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാതിരുന്നാൽ നമ്മൾ നഗ്നരായി നമസ്കരിക്കണം. ആ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഓക്കെ, പിന്നെ നിസ്കരിക്കുന്ന വേളയിൽ എന്ത് വസ്ത്രം ധരിക്കലാണ് സുന്നത്ത്? ചോദിച്ചേക്കാം. നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം, നല്ല വെള്ളക്കുപ്പായം, തലപ്പാവ് ധരിക്കുക, ഇതെല്ലാം സുന്നത്താണ്.